റിവൽ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനൊരു കാരണം, ഇന്ന് ഒരു സംഭവം, ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ മറ്റേ വ്യക്തിക്ക് കൊടുക്കേണ്ടതായ ഒരു മെഡിസിൻ, അത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി, പക്ഷെ പോയ ആടെ കയ്യിൽ കൊടുത്തുവിടാൻ മറന്നു. പെട്ടെന്ന് ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യം, ഹോസ്പിറ്റലുകളിൽ പലരും ട്രീറ്റ്മെൻറ്റിന് പോകും, മരുന്ന് വാങ്ങും, പക്ഷെ ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവർ പറയുന്ന കൺസൾട്ട് ചെയ്യുന്ന രീതികൾ, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു പാലിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണമെന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ പറയുന്നത്, ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ശിഷ്യന്മാർ പറഞ്ഞു ആഹാരം കൊണ്ടുവന്നു. യേശു പറഞ്ഞു, എനിക്ക് വേറൊരു ആഹാരമുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്ന എൻ്റെ ആഹാരം. ആ കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ദൈവം അത് പൂർത്തീകരിച്ചു. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പം നമ്മുടെ ജീവിതം തുടങ്ങി വെക്കുന്നതിലല്ല കാര്യം. പലർക്കും അറിയത്തില്ല, പൂർത്തീകരണത്തിലോട്ട് പോകുന്നില്ല, പലരും പലതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. ചെറുതാണേലും പൂർത്തീകരണം, അതായത് ഓരോ ദിവസവും, ഇപ്പോൾ സുപ്രസാദ കാലം രക്ഷാ ദിവസം എന്ന് വചനം വേദപുസ്തകം പറയുമ്പോൾ നാം വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സമയം വിതയ്ക്കുന്ന, ആരോഗ്യം നാം ചെയ്യുന്ന, അതിൻ്റെ കൊയ്ത്തൂടെ നാം പ്രാപിക്കണം. പലരും വിതയ്ക്കും, പക്ഷെ കൊയ്ത്തിന് അവരില്ല. അതാ വചനം പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കാത്തതിൽ നിങ്ങൾ പ്രവേശിക്കും. അതെന്തുവാ? അത് ഒരു വചനത്തിൻ്റെ സത്യമാണ്. പലരും പല കാര്യങ്ങളിൽ അവരുടെ കൈകൾ കൊണ്ട് അധ്വാനിക്കും, പക്ഷെ അധ്വാനം പോലെ അവർക്ക് തിന്മാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പൂർണ്ണത. പലരും മോർണിംഗ് വാക്ക്, പല എക്സർസൈസ് തുടങ്ങും, പലരും പൂർത്തീകരിക്കത്തില്ല. അപ്പം ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു സേവിങ്, ₹1 നിങ്ങളിടുന്നെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്ന മെച്യൂരിറ്റി. ഏതൊരു കാര്യങ്ങളിലും ഒരു മെച്യൂറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു വിജയമുണ്ട്, അവിടെയാണ് ജയം, അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് പോകാൻ കഴിയും. മറന്നുപോകല്ലേ, അനുദിന ജീവിതത്തിൽ നാം ഇന്ന് വിതയ്ക്കുമ്പോൾ ഒരു കൊയ്ത്തുണ്ട്. ഒരു കർഷകൻ ഭൂമിയിൽ വിതച്ച് ഒരു വിലയേറിയ ഫലത്തിനായി കാത്തിരിക്കുന്ന പോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർത്തീകരണം വരുമ്പോഴാണ് നാം ചെയ്ത പ്രവൃത്തിയുടെ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. ഇതാദ്യമായിട്ടാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.